الحمد لله رب العالمين. الحمد لله الذي أنزل على عبده الكتاب ولم يجعل له عوجا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. اللهم سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. അള്ളാഹുവിന്റെ മാർഗത്തിൽ ഞാൻ ഒരുപാട് സ്നേഹിക്കുന്ന സഹോദരങ്ങളെ, സഹോദരിമാരെ, ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളിലും അള്ളാഹുവിന്റെ വിധിവിലക്കുകളും അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തും മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കണേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, ഉണർത്തുകയാണ്. അള്ളാഹു നമ്മളെല്ലാവരെയും അതിന് സഹായിക്കട്ടെ. ഒരു അനുയായിയെ വാഹനപ്പുറത്ത് കയറ്റിയിട്ട് കാൽനടയായി നടക്കുന്ന ഭരണാധികാരിയെ നമുക്ക് സങ്കല്പിക്കാൻ കഴിയുന്നുണ്ടോ? നമ്മുടെ നാട്ടിലെ ഒരു മുഖ്യമന്ത്രിയോ പ്രധാനമന്ത്രിയോ അയാളുടെ ഒരു അനുയായിയെ വാഹനപ്പുറത്ത് കയറ്റിയിട്ട് അയാളിങ്ങനെ നടക്കുന്ന ചിത്രം നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ടോ? അങ്ങനെ നടന്നൊരു ഭരണാധികാരിയുണ്ട്. മുആദ് റളിയല്ലാഹു അൻഹുവിനെ യമനിലേക്ക് യാത്ര അയക്കുന്ന സമയത്ത് മുആദ് റളിയല്ലാഹു അൻഹു വാഹനപ്പുറത്താണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നടക്കുകയാണ്. വിനയത്തിന്റെ പ്രതീകമായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. സഹാബിമാരുടെ കൂട്ടത്തിൽ ഒരാളായിട്ടാണ് നബി കഴിഞ്ഞിരുന്നത്. മദീന പള്ളിയിലേക്ക് ഒരു അപരിചിതനായ മനുഷ്യൻ വന്നു കഴിഞ്ഞാൽ ആരാണ് റസൂല് എന്ന് അയാൾ ചോദിച്ചിരുന്നു. ഞാൻ പ്രത്യേകം ചോദിക്കും, ആരാണ് അള്ളാഹുവിന്റെ റസൂൽ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബിമാരും ഹജ്ജിലേക്കുള്ള യാത്രയിലാണ്. ഇപ്പൊ വഴിമധ്യേ വേറൊരു യാത്രാ സംഘം അവരെ കണ്ടു. അപ്പൊ അവര് ചോദിച്ചു, മനിൽ ഖൗം, നിങ്ങൾ ആരാണ്? അപ്പൊ നബി സഹാബിമാരാണ് അവിടെ ഉള്ളത്. അപ്പൊ അവര് പറഞ്ഞു, ഞങ്ങൾ മുസ്ലിങ്ങളാണ്. അപ്പൊ അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവർ ചോദിക്കുന്നുണ്ട്, മൻ അൻത, നിങ്ങൾ ആരാണ്? അപ്പൊ ഒറ്റ നോട്ടത്തിൽ അവർക്ക് നബിയെ മനസ്സിലായിട്ടില്ല. അവർ മുമ്പ് നബിയെ കണ്ടിട്ടില്ല. അവര് ഹിജറ വന്ന ടീമല്ല, ആദ്യമായിട്ടാണ് അവർ അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണുന്നത്. അപ്പൊ അവര് പ്രത്യേകം ചോദിക്കാണ്, നിങ്ങൾ ആരാണ്? അന റസൂലുള്ളാഹ്, ഞാൻ അള്ളാഹുവിന്റെ റസൂലാണ്. അപ്പൊ ആ കൂട്ടത്തിൽ നിന്ന് ഒരു പെണ്ണ് ഒരു ചെറിയ കുട്ടിയെ ഉയർത്തിയിട്ട് ചോദിക്കുന്നുണ്ട്, അലിഹാദ ഹജ്ജ്, ഈ കുട്ടിക്ക് ഹജ്ജ് ഉണ്ടോ? നഅം വലക്കി ഹജ്ർ, അതെ, ആ കുട്ടിക്ക് ഹജ്ജുണ്ട്, അതിന്റെ കൂലി നിങ്ങൾക്കുമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മറുപടി കൊടുക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. നബിയുടെ അനുയായികളും അങ്ങനെ തന്നെയായിരുന്നു. ഇപ്പൊ ഖലീഫമാർ അവര് പള്ളിയിൽ കിടന്നുറങ്ങിയിരുന്നു. രാഷ്ട്രം ഭരിക്കുന്ന ഭരണാധികാരി പള്ളിയിൽ കിടന്നിരുന്നു. അപ്പൊ അവരെ കാണുന്ന ബാക്കിയുള്ളവർ പറയും, അമീറുൽ മുഅ്മിനീനാണ് ആ കിടക്കുന്നത്. അങ്ങാടിയിലൂടെ വിറക് കെട്ടുകൾ ചുമന്ന് അവർ നടന്നുപോയിരുന്നു. കലത്തിൽ വെള്ളം നിറച്ച് അവർ കൊണ്ടുപോയിരുന്നു.
അപ്പൊ വിനയം എന്നത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ട വലിയൊരു ക്വാളിറ്റിയാണ്. അത് നമ്മുടെ ജീവിതത്തിന് ഉണ്ടാകേണ്ട അലങ്കാരമാണ്, നമ്മുടെ ജീവിതത്തിന് ഭംഗി കൂട്ടുന്ന സ്വഭാവ വിശേഷണമാണ്. അള്ളാഹു അവന്റെ അടിമകളെ പറ്റിയിട്ട് സൂറത്തുൽ ഫുർഖാനിന്റെ അവസാന ഭാഗത്ത് എണ്ണി പറയുന്നുണ്ട് അവരുടെ ഒരുപാട് ഗുണവിശേഷണങ്ങൾ. അവിടെ ആദ്യമായിട്ട് എണ്ണി പറഞ്ഞ കാര്യം വഇബാദുർ റഹ്മാനിൽ ലദീന യംശൂന അലൽ അർദി ഹൗന, ഭൂമിയിൽ താഴ്മയോടുകൂടി വിനയത്തോടുകൂടി നടക്കുന്നവരാണ് അള്ളാഹുവിന്റെ അടിമകൾ എന്നാണ് പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഒന്നും ഹൃദയത്തിൽ ലവലേശം അഹങ്കാരം ഉണ്ടാകാൻ പാടില്ല. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യദ്ഖുലുൽ ജന്ന മൻ കാന ഫീ ഖൽബിഹി മിസ്ഖാലു ദർറത്തിൻ മിൻ കിബർ. ഒരു ദർറത്ത് കിബർ ഒരാളുടെ ഹൃദയത്തിലുണ്ട് എങ്കിൽ, അഹങ്കാരം ഒരാളുടെ ഹൃദയത്തിലുണ്ട് എങ്കിൽ ലാ യദ്ഖുലുൽ ജന്ന, ഓ സ്വർഗ്ഗത്ത് പ്രവേശിക്കൂല എന്ന് പറഞ്ഞത്. എന്താ ദർറത്ത് എന്ന് പറഞ്ഞാൽ? നമ്മൾ സൂറത്തു സൽസൽ ഓതുമ്പോ ആ വാക്ക് ഓതുന്നുണ്ട്, ഫമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറ വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ശർറൻ യറ. എന്താ ദർറത്ത് എന്ന് പറഞ്ഞാൽ? മണൽത്തരിക്കൊക്കെ അറബിയില് ദർറത്ത് എന്ന് പറയും. ചെറിയ ഉറുമ്പിന്, ഉറുമ്പുകളുടെ കൂട്ടത്തിലെ ഏറ്റവും ചെറിയ ഇനത്തിന് ദർറത്ത് എന്ന് പറയാറുണ്ട്. അന്തരീക്ഷത്തിലെ പൊടിപടലങ്ങൾ, ആ പൊടിപടലങ്ങളുടെ ഒരു തരിക്ക് ദർറത്ത് എന്ന് അറബിയിൽ പറയും. അപ്പൊ അത്ര അളവിൽ അഹങ്കാരം കിബർ ഒരാളുടെ ഹൃദയത്തിലുണ്ട് എങ്കിൽ ലാ യദ്ഖുലുൽ ജന്ന, ഓ സ്വർഗ്ഗത്ത് പ്രവേശിക്കൂല എന്നാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. എന്താണ് ലാ യദ്ഖുലുൽ ജന്ന, സ്വർഗ്ഗത്ത് പ്രവേശിക്കൂല എന്നതിന്റെ ഉദ്ദേശം എന്താണ്? ഈ കിബർ രണ്ട് തരത്തിലാണ്. ഒന്ന് ദീനിനോടുള്ള കിബറാണ്, തൗഹീദിനോട്, ഈമാനിനോട്, അള്ളാഹുവിന്റെ റസൂലുമാരോടുള്ള കിബർ. ആ കിബറാണെങ്കിൽ അതൊരു അണുമണിത്തൂക്കം ഹൃദയത്തിലുണ്ടെങ്കിൽ അത് കുഫ്റാൻ. ഓന് കാലാകാലം നരകത്തിൽ കിടക്കേണ്ടവനാണ്. ഓൻ നരകത്തിൽ നിന്ന് ഒരിക്കലും രക്ഷപ്പെടൂല, സ്വർഗത്തിൽ ഒരിക്കലും പ്രവേശിക്കുകയില്ല. ആ കിബറാണെങ്കിൽ അതിനെ പറ്റിയിട്ടാണ് അള്ളാഹു പറഞ്ഞത്, ذَلِكَ بِأَنَّهُمْ كَرِهُوا مَا أَنزَلَ اللَّهُ فَأَحْبَطَ أَعْمَالَهُمْ. അള്ളാഹു അവർക്ക് ഇറക്കി കൊടുത്ത കാര്യത്തിനോട് അവർക്ക് വെറുപ്പാണ്, ദീനിനോട് അവർക്ക് വെറുപ്പാണ്, ഈമാനിനോട് വെറുപ്പാണ്, തൗഹീദിനോട് വെറുപ്പാണ്. ഓരോ കർമ്മങ്ങൾ പൊളിഞ്ഞു പോകും, അത് കുഫ്റാൻ. അപ്പൊ അങ്ങനത്തെ അഹങ്കാരം ഒരാളുടെ മനസ്സിലുണ്ട് എങ്കിൽ ഓൻ ഒരിക്കൽ സ്വർഗത്ത് പ്രവേശിക്കൂല. രണ്ടാമത്തൊരു ഐറ്റം എന്ന് പറഞ്ഞാൽ ജനങ്ങളോട് അഹങ്കാരം കാണിക്കലാണ്. ജനങ്ങളോട് അഹങ്കാരം കാണിക്കുക, ആ അഹങ്കാരാണെങ്കിൽ സ്വർഗക്കാരൊക്കെ ആദ്യ സമയത്ത് സ്വർഗത്ത് പ്രവേശിക്കുമ്പോ ഈ അഹങ്കാരമുള്ള മനുഷ്യൻ സ്വർഗത്ത് പോവില്ല, ഓന് കാത്തിരിക്കണം. ഒന്നുകിൽ അള്ളാഹു അവന്റെ അഹങ്കാരത്തിനുള്ള ശിക്ഷ നടപ്പിലാക്കും, ആ ശിക്ഷ കഴിഞ്ഞതിന് ശേഷം അവൻ നരകത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് വരും. അതല്ല എങ്കിൽ അള്ളാഹു അവനക്ക് പുറത്തു കൊടുത്തതിന് ശേഷം അവനെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും. അപ്പൊ അഹങ്കാരമുള്ള ഒരു മനുഷ്യൻ ആദ്യഘട്ടത്തിൽ ഒരിക്കലും സ്വർഗത്ത് പ്രവേശിക്കൂല എന്നാണ് ലാ യദ്ഖുലുൽ ജന്ന എന്ന ഹദീസിന്റെ താല്പര്യമെന്ന് ഷെയ്ഖ് അബ്ദുർ റസാഖ് അൽ ബദർ ഹഫിളഹുല്ലൊക്കെ വിശദീകരിക്കുന്ന നമുക്ക് കാണാൻ പറ്റും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസ് പറഞ്ഞപ്പോ സ്വഹാബിമാർ ചോദിക്കുകയാണ്, ഇന്ന റജുല യുഹിബ്ബു അൻ യകൂന സൗബുഹു ഹസനൻ വനഅലുഹു ഹസനതൻ. അഹങ്കാരമുള്ള ഒരാള് സ്വർഗത്ത് പ്രവേശിക്കൂല എന്നാണല്ലോ പറഞ്ഞത്. ഒരാള് അയാളുടെ വസ്ത്രം അത് നല്ല വസ്ത്രമാകണമെന്ന് ആഗ്രഹിക്കുന്നു, നല്ല ചെരുപ്പ് ധരിക്കണമെന്ന് അയാള് കൊതിക്കുന്നു, അയാൾ ഇഷ്ടപ്പെടുന്നു. അപ്പൊ സഹാബിമാർ വിചാരിച്ചത് അതൊക്കെ അഹങ്കാരാണെന്നാണ്. അപ്പൊ അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവർക്ക് തിരുത്തി കൊടുക്കുകയാണ്, ഇന്നല്ലാഹ ജമീൽ യുഹിബ്ബുൽ ജമാൽ. അള്ളാഹു ജമീലാണ്, അത് അള്ളാഹുവിന്റെ പേരുകളിൽ ഒരു പേരാണ്. ഭംഗിയുള്ളവനാണ് അള്ളാഹു, ഭംഗിയെ ഇഷ്ടപ്പെടുന്നവനുമാണ് അള്ളാഹു. ഭംഗിയുള്ളവെന്ന് പറഞ്ഞാൽ എല്ലാ നിലക്കും ഭംഗിയുള്ളവനാണ്, അവന്റെ അസ്തിത്വത്തിൽ അവൻ ഭംഗിയുള്ളവനാണ്, അവന്റെ ഓരോ ഇടപാടുകളിലും പ്രവർത്തികളിലും ഭംഗിയുള്ളവനാണ്, അവന്റെ പേരുകളിൽ, അവന്റെ വിശേഷണങ്ങളിൽ എല്ലാ നിലക്കും ജമീലാണ് അള്ളാഹു. അപ്പൊ അത് അഹങ്കാരമല്ല. ഒരാൾ നല്ല വസ്ത്രം ധരിക്കുന്നതും നല്ല ചെരുപ്പ് ധരിക്കുന്നതൊന്നും കിബറല്ല എന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. മാത്രമല്ല നബി പറഞ്ഞിട്ടുണ്ട്, ഇന്നല്ലാഹ യുഹിബ്ബു അൻ യറാ അസറ നിഅമതിഹി അലാ അബ്ദിഹി. ഒരു അടിമക്ക് അള്ളാഹു ഒരു അനുഗ്രഹം കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ അനുഗ്രഹത്തിന്റെ അടയാളം അയാളുടെ ജീവിതത്തിൽ കാണുക എന്നുള്ളത് അള്ളാഹു ഇഷ്ടമാണ്. ഒരാൾക്ക് അള്ളാഹു കുറെ മുതൽ കൊടുത്തിട്ടുണ്ട്, സമ്പത്ത് കൊടുത്തിട്ടുണ്ട്,
അയാൾ ഇങ്ങനെ എന്നും നരച്ച കുപ്പായവും തുണിയിട്ട് നടക്കുക, അത് ശരിയല്ല. അയാൾക്ക് തന്ന സമ്പത്തിനനുസരിച്ചുള്ള അടയാളം അയാളുടെ ജീവിതത്തിൽ കാണണം. അയാൾ നല്ല കുപ്പായം ധരിക്കുന്നത് അള്ളാഹുവിന് ഇഷ്ടമാണ്. കാരണം അള്ളാഹു അയാൾക്ക് കൊടുത്ത അനുഗ്രഹമാണ് ആ സമ്പത്ത്. ആ സമ്പത്തിന്റെ അടയാളമാണത്. നല്ല സമ്പന്നനായ ഒരു മനുഷ്യൻ, അയാൾ ഇപ്പോഴും ആ പഴയ മാരുതി 800 ആയിട്ട് ഇങ്ങനെ നടക്കുകയാണ്. അത് ശരിയല്ല. അയാൾ കുറച്ച് നല്ല മുന്തിയ വാഹനം വാങ്ങണം. അത് അള്ളാഹു അയാൾക്ക് കൊടുത്ത ആ അനുഗ്രഹത്തിന്റെ അടയാളമാണ്. അത് അയാളുടെ ജീവിതത്തിൽ കാണാന്നുള്ളത് അള്ളാഹുവിന് ഇഷ്ടമാണ്. അപ്പൊ നല്ല ചെരുപ്പ് ധരിക്കലോ നല്ല വസ്ത്രം ധരിക്കലോ അല്ല അഹങ്കാരം എന്ന് പറഞ്ഞിട്ട് അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് അഹങ്കാരം എന്ന് സഹാബിമാരെ പഠിപ്പിക്കുന്നുണ്ട്. അൽ കിബ്റു ബതറുൽ ഹഖി വഗംതുൻ നാസ്. കിബ്ർ എന്ന് പറഞ്ഞാൽ, അഹങ്കാരം എന്ന് പറഞ്ഞാൽ സത്യത്തെ ഉൾക്കൊള്ളാതെ അതിനെ തള്ളിക്കളയലാണ്, അതിനെ നിരാകരിക്കലാണ്, ജനങ്ങളെ ചെറുതാക്കി കാണലാണ്. അള്ളാഹു പറഞ്ഞതാണ്, അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണെന്ന് ഒരാൾക്ക് ബോധ്യപ്പെട്ടു, എന്നിട്ട് ഓൻ അത് അംഗീകരിക്കാനോ ഉൾക്കൊള്ളാനോ റെഡിയല്ല. ഞാനതൊന്നും അനുസരിക്കൂല, എനിക്കതൊന്നും കേൾക്കണ്ട, എനിക്ക് എന്റെ ഒരു നിലപാടുണ്ട്, അതേ ഞാൻ പിൻപറ്റുള്ളൂ എന്നൊരാൾ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് കിബറിന്റെ അങ്ങേ അറ്റാണ്, അത് അഹങ്കാരത്തിന്റെ ടോപ്പ് ലെവലാണ്. അത് പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ വെച്ചിട്ട് ഒരു മനുഷ്യൻ ഇടതേ കൈകൊണ്ട് ഭക്ഷണം കഴിക്കുകയാണ്, ഇടത് കൈകൊണ്ട് തിന്നുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുൽ ബിയമീനിക്, നീ നിന്റെ വലത്തെ കൈ കൊണ്ട് തിന്നു. അപ്പൊ അയാൾ പറഞ്ഞു, ലാ അസ്തതിഉ, എനിക്ക് പറ്റൂല. മാ മനഅഹു ഇല്ലൽ കിബർ, അഹങ്കാരക്കാരനാണ് അയാൾ അത് പറഞ്ഞത്. അയാൾ വലത്തെ കൈയിന് ഒരു പ്രശ്നമില്ല, എന്നിട്ടും അയാൾ ഇടത് കൈ കൊണ്ടേ തിന്നു എന്നുള്ള വാശി കാണിച്ചത് അയാളുടെ അഹങ്കാരം കൊണ്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മനുഷ്യനെതിരെ പ്രാർത്ഥിച്ചു, ലസ്തതഅത, ഇനി നിനക്കത് കഴിയാതിരിക്കട്ടെ. സലമത്ത് ബിൻ അക്വ റളിയല്ലാഹു അൻഹു ആണ് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത്. സലമ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, പിന്നീട് ഒരിക്കലും ആ മനുഷ്യൻ അയാളുടെ വലത് കൈ അയാളുടെ വായിലേക്ക് ഉയർത്തിയിട്ടില്ല. അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥനക്ക് അള്ളാഹു ഉത്തരം കൊടുക്കാൻ. അപ്പൊ അഹങ്കാരം ഉണ്ടായാലുള്ള ഒരു പ്രശ്നം എന്താന്ന് വെച്ചാല് നമുക്ക് സത്യം ഉൾക്കൊള്ളാൻ കഴിയൂല. ഒരാളൊരു നല്ല കാര്യം പറഞ്ഞു തന്നാല് അതിനെ നമ്മൾ തള്ളിക്കളയുക, അതിനെ നമ്മൾ നിഷേധിക്കുക, അതൊരിക്കലും ഉണ്ടാകാൻ പാടില്ല. അത് വലിയൊരു അപകടമാണ് എന്ന് നമ്മൾ പ്രത്യേകം തിരിച്ചറിയുക. ലുക്മാൻ അലൈഹിസ്സലാം അദ്ദേഹത്തിന്റെ മകൻക്ക് കൊടുക്കുന്ന ഉപദേശങ്ങൾ ഖുർആൻ എടുത്തു പറയുന്നത്. സൂറത്തുൽ ലുക്മാനിൽ ഒരു ഉപ്പ മകൻക്ക് കൊടുക്കുന്ന ഉപദേശങ്ങളുണ്ട്. ആ ഉപദേശങ്ങളുടെ കൂട്ടത്തിൽ ലുക്മാൻ അലൈഹിസ്സലാത്തു വസ്സലാം പറയാണ്, വലാ തംശി ഫിൽ അർളി മർഹ, നീ ഭൂമിയിൽ അഹങ്കാരത്തോടു കൂടി നടക്കരുത്. അതുപോലെ തന്നെ വലാ തുസഗ്ഹിർ ഖദ്ദക ലിന്നാസി വലാ തംശി ഫിൽ അർളി മർഹ, അതാണ് ലുക്മാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ഉപദേശം. നേരത്തെ പറഞ്ഞത് സൂറത്തുൽ ഇസ്രായിലുള്ള ആയത്താണ്. നീ ജനങ്ങളോട് മുഖം കോട്ടി സംസാരിക്കരുത്, ഭൂമിയിൽ അഹങ്കാരത്തോടു കൂടി നടക്കുകയും ചെയ്യരുത്. ഇന്നല്ലാഹ ലാ യുഹിബ്ബു കുല്ല മുഖ്താലിൻ ഫഖൂർ, അള്ളാഹു അഹങ്കാരം നടിക്കുന്നവരെ ഇഷ്ടപ്പെടുന്നില്ല, ദുരഭിമാനികളെ അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല. നിന്റെ നടത്തത്തിൽ നീ മിതത്വം കാണിക്കണം, നിന്റെ ശബ്ദം നീ താഴ്ത്തണം. ഇന്ന അൻകറൽ അസ്വാതി ലസൗതുൽ ഹമീർ, ഏറ്റവും വെറുക്കപ്പെട്ട ശബ്ദം, മോശമായ ശബ്ദം, അത് കഴുതയുടെ ശബ്ദമാണ്. ലുക്മാൻ അലൈഹിസ്സലാത്തു വസ്സലാമ മകനെ വിളിച്ചു കൊടുക്കുന്ന ഉപദേശങ്ങളാണത്. നമ്മൾ ആരെങ്കിലും നമ്മളെ മക്കളെ വിളിച്ചിട്ട് ഈ ജാതി ഉപദേശങ്ങൾ കൊടുക്കാറുണ്ടോ? നമുക്കവിടെ നേരം അല്ലെ? മക്കളെ വിളിച്ചിട്ട് ലുക്മാൻ അലൈഹിസ്സലാത്തു വസ്സലാമ കൊടുത്ത ഉപദേശങ്ങൾ കൊടുക്കാൻ നമുക്ക് പറ്റാറുണ്ടോ? ഈ ഉപദേശങ്ങൾ ഖുർആൻ എന്തിനാ നമുക്ക് പറഞ്ഞു തന്നത്? ലുക്മാൻ അലൈഹിസ്സലാത്തു വസ്സലാം ഉഷാറായിരുന്നു, സൂപ്പറായിരുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ടല്ലല്ലോ. അതുപോലെ നമ്മളും ആകണം, നമുക്കും മാതൃകയാണ് ആ ഉപ്പ എന്ന് നമ്മളെ പഠിപ്പിക്കാൻ കൂടിയാണ് ഖുർആൻ നമുക്കത് പറഞ്ഞു തന്നിട്ടുള്ളത്. പ്രിയപ്പെട്ടവരെ, അഹങ്കാരം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ട് എങ്കിൽ, കിബർ നമ്മുടെ മനസ്സിലുണ്ട് എങ്കിൽ നമുക്ക് സംഭവിക്കാവുന്ന രണ്ട് പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നറിയോ? ഒന്ന്, സത്യം നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് 10ൽ താഴെ ജൂതന്മാരാണ് ഇസ്ലാം സ്വീകരിച്ചത്. 10ൽ താഴെ ജൂതന്മാരെ ഇസ്ലാം സ്വീകരിച്ചിട്ടുള്ളൂ. ഇബ്നു കസീർ റഹിമഹുല്ലാഹു തആല അത് പറയുന്നുണ്ട്. എന്താ? അവർക്ക് സത്യം അറിയാത്തോണ്ടാ. അല്ലദീന ആതൈനാഹുമുൽ കിതാബ യഅരിഫൂനഹു കമാ യഅരിഫൂന അബ്നാഅഹും, അള്ളാഹു വേദം കൊടുത്ത ആളുകൾക്ക് നബിയെ അറിയാം, അവരുടെ മക്കളെ അറിയുന്ന പോലെ അറിയാന്ന് പറഞ്ഞത്. സ്വന്തം മക്കളെ തിരിച്ചറിയുന്ന പോലെ ജൂതന്മാർക്ക് അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തിരിച്ചറിയാൻ പറ്റിയിട്ടുണ്ട്. എന്റെ സത്യം മനസ്സിലായിട്ട് ഓരത് ഉൾക്കൊള്ളാതിരുന്നത്? അത് അഹങ്കാരമായിരുന്നു.
അസൂയയായിരുന്നു. അതുകൊണ്ടാണ് ജൂതന്മാര് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സത്യപ്പെടുത്താതിരുന്നത്. അപ്പൊ അഹങ്കാരം തലക്ക് പിടിച്ചാലുള്ള ഒരു പ്രശ്നം, സത്യം ഉൾക്കൊള്ളാൻ നമുക്ക് കഴിയൂല. രണ്ടാമത്തെ ഒരു കാര്യം എന്താന്ന് വെച്ചാല്, ബന്ധങ്ങൾ നിലനിർത്തി കൊണ്ടുപോകാൻ അഹങ്കാരിയായ ഒരാൾക്ക് കഴിയൂല. അപ്പൊ നമ്മളൊക്കെ മനുഷ്യന്മാരാണ്. സ്വാഭാവികമായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഇണക്കങ്ങളും ഉണ്ടാകും, പിണക്കങ്ങളും ഉണ്ടാകും. കുറച്ച് കൂടിയ ഇനം പിണക്കാണെങ്കിൽ അതൊന്ന് ഇണങ്ങി കിട്ടണമെങ്കിൽ ആരെങ്കിലും ഒരാൾ താഴ്ന്നു കൊടുക്കണം, ആരെങ്കിലും ഒരാള് വിനയം കാണിക്കണം. അല്ലെങ്കിൽ നമ്മുടെ ഈഗോ അതിന് സമ്മതിക്കൂല. എന്താ, ഞാനാ ഓനോട് പോയിട്ട് മിണ്ടട്ടെ, ഓനല്ല ആദ്യം പ്രശ്നം തുടങ്ങി വെച്ചത്, ഞാനല്ലേ ജ്യേഷ്ഠൻ, അപ്പൊ ഓൻ വന്നിട്ട് മിണ്ടട്ടെ, ഞാൻ അമ്മായിമ്മയാണ്, അപ്പൊ മരോളെ ഭാഗത്തുനിന്ന് ഒരു മാപ്പ് വരണം, എന്നാലേ ഞാൻ എന്ത് ചെയ്യുള്ളൂ, വിട്ടുകൊടുക്കുള്ളൂ. അപ്പൊ രണ്ടു കൂട്ടർ ഈ ഈഗോയിട്ട് നടക്കുകയാണെങ്കിലോ ആ ബന്ധം അവിടെ നിലനിർത്തി കൊണ്ടുപോകാൻ കഴിയൂല. അങ്ങനെ ബന്ധം നിലനിർത്തി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ആരെങ്കിലും ഒരാള് വിനയം കാണിക്കുകയാണെങ്കിൽ, താഴ്മ കാണിക്കുകയാണെങ്കിൽ, അള്ളാഹുവിന് വേണ്ടിയിട്ട് ഒരാൾ വിനയം കാണിച്ചാൽ ആ മനുഷ്യനെ അള്ളാഹു ഉയർത്തുന്നാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ആ ഒരു ക്വാളിറ്റി നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൊണ്ട് നടക്കണം. ഞാൻ കുറച്ച് ഉദാഹരണങ്ങൾ, നമുക്ക് പരിചയമുള്ള രണ്ടാളുകളുടെ ജീവിതത്തിൽ നിന്നുള്ള ചില ഉദാഹരണങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വെക്കാം. ഒന്ന് ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുള്ളയാണ്, രണ്ട് ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുള്ളയാണ്. സൗദി അറേബ്യയുടെ ഗ്രാൻഡ് മുഫ്തി ആയിരുന്നു ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ലാഹു തആല. ഇബ്നു ബാസ് റഹിമഹുല്ലാഹു തആലയെ ഒരിക്കൽ ഒരു 13 വയസ്സുകാരൻ ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞ സമാഹത്ത ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ലാഹു തആലയോട് ഒരു 13കാരൻ സംസാരിക്കാൻ. നമുക്ക് എല്ലാ നാട്ടിലും എല്ലാ പട്ടണത്തിലും ഒരു മുഫ്തിയെ വേണം. നമുക്കിങ്ങനെ എല്ലാ കാര്യങ്ങളും നിങ്ങളോട് ഇങ്ങനെ നേരിട്ട് വിളിച്ചു ചോദിക്കുന്നതിൽ ഇടങ്ങറുണ്ട്. അപ്പോ എല്ലാ നാട്ടിലും ഒരു മുഫ്തി വേണം. ഒരു 13കാരനാണ് ഈ സംസാരിക്കുന്നത്. അപ്പൊ ഇബ്നു ബാസ് റഹിമഹുല്ലാഹു തആല ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് എത്ര വയസ്സായി? അപ്പൊ എനിക്ക് 13 വയസ്സായി. നിങ്ങൾ നല്ലൊരു അഭിപ്രായമാണ് പറഞ്ഞിട്ടുള്ളത്, ഇൻഷാ അല്ലാഹ് നമുക്ക് അതിനെ പറ്റിയിട്ട് ആലോചിക്കാം. ഞാൻ ഈ വിഷയം ലജ്നയുടെ മുമ്പിൽ, സൗദി അറേബ്യയുടെ ഔദ്യോഗിക ഫത്വ ബോർഡിന്റെ മുമ്പിലൊക്കെ വെക്കാം, ഐഹത്തു കിബാരിൽ ഉലമാഇന്റെ ഇടയിലൊക്കെ ചർച്ചക്ക് വെക്കാം എന്ന് പറഞ്ഞിട്ടാണ് ഫോൺ കട്ട് ചെയ്യുന്നത്. അങ്ങനെ ആ 13കാരന്റെ അഭിപ്രായം ഇബ്നു ബാസ് റഹിമഹുല്ലാഹു തആല ഒരു കത്തായിട്ട് ലജ്നത്തു ദാഇമയുടെ മുമ്പിൽ വെക്കുന്നത് നമുക്ക് ചരിത്രത്തിൽ കാണാൻ പറ്റും. അപ്പൊ ഒരു 13കാരൻ പറഞ്ഞൊരു അഭിപ്രായമാണ് സൗദി അറേബ്യയുടെ ഗ്രാൻഡ് മുഫ്തി പരിഗണിക്കുന്നത്. ഓനിപ്പോ ഇന്നെക്കാളും എനിക്ക് 10-40 വയസ്സായി, ഓനെക്കാളും ഒരു 10-30 കൊല്ലം ജീവിച്ച ആളാണ്, ഇന്റെ അത്ര ജീവിത പരിചയം ഓനക്കുണ്ടോ, അനുഭവം ഉണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മള് കുറച്ച് പ്രായം കുറഞ്ഞ ആൾക്കാരാണ്ട് ഒഴിവാക്കി കളയാ. അതായിരുന്നില്ല ഷെയ്ഖുമാരുടെ ഒക്കെ രീതി എന്ന് പറഞ്ഞാൽ. ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹു തആല അദ്ദേഹത്തിന്റെ കൂട്ടുകാരുടെ കൂടെ യാത്രയിലാണ്. ഇപ്പൊ ഒരു പഴയ കാറിലാണ് യാത്ര ചെയ്യുന്നത്. യാത്രക്കിടയിൽ കാറ് നിന്നു, സ്റ്റാർട്ടാവുന്നില്ല. ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് ലോകം കണ്ട വലിയ പണ്ഡിതൻ, വിജ്ഞാനത്തിന്റെ സാഗരം, വടവൃക്ഷം, ആ കാറിന്ന് ഇറങ്ങിയിട്ട് പറയാണ്, നിങ്ങൾ അവിടെ തന്നെ ഇരുന്നോളി. ഡ്രൈവറോട് പറയാണ്, നിങ്ങൾ അവിടെ തന്നെ ഇരുന്നോളി, ഞാൻ ഈ കാറ് തള്ളിത്തരാം. ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹു തആല പുറത്തിറങ്ങിയിട്ടാണ് ആ കാറ് തള്ളിക്കൊടുക്കുന്നത്. നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുമോ? ലോകം അറിയപ്പെട്ടൊരു പണ്ഡിതനാണ് പുറത്തിറങ്ങിയിട്ട് കാറ് തള്ളിക്കൊടുക്കുന്നത്. ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹു തആല പള്ളിയിൽ ദർസ് എടുത്തു. ദർസ് കഴിഞ്ഞപ്പോ ഒരു 6 വയസ്സുകാരൻ ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹു തആലയുടെ അടുക്കൽ വന്നിട്ട് പറയാണ്, എന്റെ ഉപ്പ ഉനൈസയിൽ നിന്ന് നിങ്ങളുടെ അടുക്കലേക്ക് വന്നത് നിങ്ങളോട് സലാം പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നിങ്ങൾ എന്റെ ഉപ്പാന്റെ അടുക്കൽ വന്നിട്ട് സലാം പറയണം എന്ന് പറഞ്ഞിട്ട് ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹി ഒരു 6 വയസ്സുകാരൻ കൂട്ടിക്കൊണ്ടുപോവാൻ. ഉപ്പ അറിഞ്ഞിട്ടില്ല കുട്ടി പോയത്. ഉപ്പ തിരിഞ്ഞു നോക്കുമ്പോ പെട്ടെന്നുണ്ട് ഷെയ്ഖ് മുമ്പിൽ നിൽക്കുന്നു. ഒരു 6 വയസ്സുകാരനോട് അവർ കാണിക്കുന്ന പരിഗണന ഇത് വലിയ സംഭവമാണ്. ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹു തആല തന്നെ പള്ളിയിൽ ദർസ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു വിദ്യാർത്ഥി ടോയ്ലറ്റിൽ പോയി, അവിടുത്തെ പൈപ്പ് പൊട്ടി. ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹു തആലയോട് വന്നിട്ട് വിവരം പറയാൻ. പള്ളിയിലെ ദർസ് നിർത്തിവെച്ചിട്ട് വീട്ടിൽ പോയിട്ട് ആ പൈപ്പ് ശരിയാക്കാനുള്ള ഉപകരണങ്ങൾ എടുത്തുകൊണ്ടുവന്നിട്ട് കുട്ടികളുടെ കൂടെ പൈപ്പ് ശരിയാക്കുന്ന ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹു തആല ചരിത്രത്തിലുണ്ട്. അപ്പൊ ഞാനൊരു വലിയ സംഭവമാണ്, ഇന്നെല്ലാരും മൈൻഡ് ചെയ്യണം, എന്നെല്ലാരും പരിഗണിക്കണം, ഞാനൊരു അഭിപ്രായം പറഞ്ഞാൽ അതെല്ലാരും കേൾക്കണം, ബാക്കിയുള്ളവരുടെ അടുത്ത് എനിക്ക് ബഹുമാനം കിട്ടണം, അങ്ങനെ നമ്മൾ വിചാരിക്കരുത്. നമ്മളൊന്നും ആരുമല്ല. ഇന്നക ലൻ തഖ്രിഖൽ അർള വലൻ തബ്ലുഗൽ ജിബാല തൂല. ഭൂമിയെ പിളർത്താനും നിനക്ക് പറ്റൂല, ആ പർവ്വതത്തോളം ഉയരാനും നിനക്ക് പറ്റൂല. വിനയമുള്ളവരാവുക.
ഒരൊറ്റ സംഭവം കൂടി പറയാം. ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹു സംഭവ ബഹുലമായ ഇസ്ലാമിക ചരിത്രത്തിലെ പോരാളിയാണ് ഖാലിദ്. ഖാലിദ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം വായിക്കുമ്പോൾ നമ്മുടെ രോമങ്ങനെ എഴുന്നേറ്റ് നിൽക്കും. എത്ര യുദ്ധങ്ങളിലാണ് ഇസ്ലാമിക സൈന്യത്തെ ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹു നയിച്ചിട്ടുള്ളത്. യുദ്ധത്തിലെ തന്ത്രത്തിന്റെ കാര്യത്തിൽ ഖാലിദിനെ വല്ലാൻ ആളുണ്ടായിരുന്നില്ല. അപ്പൊ ഉഹദിൽ തന്നെ മുസ്ലിങ്ങൾ പരാജയപ്പെടാനുള്ള ഒരു കാരണം ഖാലിദ് റളിയല്ലാഹു അൻഹുവിന്റെ യുദ്ധതന്ത്രാണ്. അപ്പൊ ഖാലിദ് റളിയല്ലാഹു അൻഹു പരാജയം അറിയാതെ കുതിച്ചുകൊണ്ടിരിക്കാൻ, മുസ്ലിം സൈന്യത്തെയും കൊണ്ട് നാട് മുഴുവൻ കീഴടക്കി മുന്നേറിക്കൊണ്ടിരിക്കാൻ, ലീഡറാണ്, സൈന്യത്തിന്റെ നായകനാണ്. അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹു ഒരു പേടി, ഇനി ആൾക്കാർ പറയോ ഖാലിദാണ് ജയിക്കാനുള്ള കാരണം, ഖാലിദ് ഉണ്ടെങ്കിൽ ജയിക്കും ഇല്ലെങ്കിൽ ജയിക്കൂല എന്ന നിലയിലേക്ക് ആളുകൾ മാറുമോ, അവരുടെ മനസ്സ് മാറുമോ എന്ന് ഉമർ റളിയല്ലാഹു അൻഹു പേടിച്ചു. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഖാലിദിന് ഒരു കത്തെഴുതി. ആ കത്തിലുള്ളത്, ഇസ്ലാമിക സൈന്യത്തിന്റെ ലീഡർ സ്ഥാനം നിങ്ങൾ ഒഴിവാക്കണം, അത് അബൂ ഉബൈദക്ക് കൈമാറണം, നിങ്ങളെ സൈനിക നേതൃത്വത്തിൽ നിന്ന് ഞാൻ മാറ്റുകയാണ്. ആ കത്ത് ഇങ്ങനെ വായിച്ചിട്ട് ഖാലിദ് ബിൻ വലീദ് പറഞ്ഞു, ഉമർ എന്തെങ്കിലും ഒരു നന്മ കണ്ടിട്ടുണ്ടാകും, ഉമർ അതിൽ എന്തെങ്കിലും ഒരു ഖൈറ് കണ്ടിട്ടുണ്ടാകും. ഒരു അനുസരണയുള്ള അനുയായിയായിട്ട് ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു ആ നേതൃത്വം ഒഴിഞ്ഞു കൊടുക്കാൻ. എന്നിട്ടോ വീട്ടിലിരുന്നോ, ഇന്ന നേതൃത്വ സ്ഥാനത്ത് നിന്ന് മാറ്റി, ഞാനല്ല ലീഡറില്ലേ, നഞ്ഞ് ഞാൻ യുദ്ധത്തിനില്ല, നിങ്ങളെ പാടായി എന്ന് പറഞ്ഞിട്ട് വീട്ടിലിരിക്കല്ല ഖാലിദ് വലീദ് റളിയല്ലാഹു അൻഹു ചെയ്തത്. ഒരു പോരാടിയത് ഞങ്ങൾ വലിയ ലീഡർമാരാണെന്നും ഞങ്ങൾ വലിയ നേതാക്കന്മാരാണെന്നും പറയാൻ വേണ്ടിയിട്ടല്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് അത് എത്താത്ത ഇടങ്ങളിൽ എത്തണം, ഈ ദീന് എല്ലാ കാലത്തും ഉയർന്നു നിൽക്കണം, അതിന് ഞങ്ങളെ കൊണ്ട് എന്തൊക്കെ സേവനങ്ങൾ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ഞങ്ങൾ ചെയ്യും. ഒരേ ഇഖ്ലാസ് കൂടിയാണ് നമ്മൾ കാണുന്നത്. അബൂ ഉബൈദയുടെ കീഴിൽ അനുസരണയുള്ള ഒരു പോരാളിയായി, അനുയായിയായി, പടയാളിയായി ഖാലിദ് ഇബ്നു വലീദിനെ നമ്മൾ ചരിത്രത്തിൽ കാണുന്നുണ്ട്. അപ്പോ ഞാൻ പറയുന്നത് എല്ലാവരും കേൾക്കണം, ഞാനൊരു സംഭവമാണ്, എന്നെല്ലാവരും ബഹുമാനിക്കണം എന്ന നിലക്കുള്ള ഒരു ചിന്ത പ്രിയപ്പെട്ടവരെ ഒരിക്കലും നമ്മുടെ മനസ്സിലുണ്ടാകാൻ പാടില്ല. നമ്മളൊന്നും ആരുമല്ല എന്നൊരു തിരിച്ചറിവ്, അഹങ്കാരം ഒരു ലെവലേശം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകരുത്. വിനയമുള്ളവരാവുക, താഴ്മയുള്ളവരാവുക, അള്ളാഹുവിന്റെ ഇഷ്ടപ്പെട്ട അടിമയുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ, അതാണ് മാർഗം. അല്ലാത്തവരെ, ദുരഭിമാനികളെ അള്ളാഹുവിന് ഇഷ്ടമല്ല എന്ന് നമ്മൾ തിരിച്ചറിയുക. അള്ളാഹു വിനയമുള്ളവരുടെ കൂട്ടത്തിൽ നമ്മൾ എല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, ഉണർത്തുകയാണ്. അള്ളാഹു നമ്മളെ എല്ലാവരെയും അതിന് അനുഗ്രഹിക്കട്ടെ. ഇലക്ഷൻ അടുത്തോണ്ടിരിക്കുന്നു. മത്സരത്തിന്റെ വീറും വാശിയൊക്കെ നമുക്ക് എല്ലായിടത്തും കാണാം. ചായപ്പീടിയെ പോയാലും അങ്ങാടി പോയാലൊക്കെ ചർച്ച രാഷ്ട്രീയമാണ്. പല വാട്സപ്പ് ഗ്രൂപ്പുകളിലും തീർത്താൽ തീരാത്ത കച്ചറ തുടങ്ങിയിരിക്കുകയാണ്. ഇപ്പൊ ഏത് ഇലക്ഷൻ ആണെങ്കിലും ഏത് തെരഞ്ഞെടുപ്പാണെങ്കിലും ആദ്യം നമ്മുടെ മനസ്സിലുണ്ടാകേണ്ട കാര്യം, ഞാനൊരു മുസ്ലിമാണ്. ആ ആദർശവും ആ നിലപാടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്ന കാര്യങ്ങളും വിട്ടിട്ടുള്ള ഒരു കളി എനിക്കില്ല എന്ന് നമ്മൾ ഉറപ്പിക്കണം. ഈ സമയത്ത് നമ്മൾ പ്രത്യേകം ഓർക്കേണ്ട അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അന സഈമുൻ ബിബൈതിൻ ഫീ റബദിൽ ജന്ന, സ്വർഗ്ഗത്തിന്റെ താഴ്ഭാഗത്ത് ഓരത്ത് ഒരു വീടിന് ഞാൻ ജാമ്യം നിൽക്കാൻ. ആർക്കാണത്? ലിമൻ തറക്കൽ മിറാ വഇൻ കാന മുഹിഖ, തർക്കം ഒഴിവാക്കിയവനാണ്. തർക്കം അവൻ ഒഴിവാക്കി, ഓന്റെ ഭാഗത്താണ് ന്യായം, നീതി, സത്യം. എന്നിട്ട് ഓൻ എന്ത് ചെയ്തു? ആ തർക്കം ഒഴിവാക്കി. ഓൻക്ക് സ്വർഗത്തിന്റെ താഴ്ഭാഗത്തൊരു വീടിന് ഞാൻ ജാമ്യം നിൽക്കാമെന്നാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. രണ്ടാമത് നബി പറഞ്ഞു, വബിബൈതിൻ ഫീ വസത്തിൽ ജന്ന, സ്വർഗത്തിന്റെ മധ്യഭാഗത്ത് ഒരു വീടിന് ഞാൻ ജാമ്യം നിൽക്കാം. ലിമൻ തറക്കൽ കദിബ് വഇൻ കാന മാസിഹ, തമാശക്കാണെങ്കിലും കളവ് ഒഴിവാക്കിയവനാണ്. തമാശയാണ്, പക്ഷെ ഓൻ കളവ് അറിയുന്നില്ല. കളവ് ഓൻ ഒഴിവാക്കിയിട്ടുണ്ട്. ഓൻക്കാണ് സ്വർഗത്തിന്റെ മധ്യഭാഗത്ത് ഒരു വീടിന് ജാമ്യം നിൽക്കാമെന്ന് അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്.
വബിബൈതിൻ ഫീ അഅലൽ ജന്ന, സ്വർഗ്ഗത്തിന്റെ ഏറ്റവും ടോപ്പിൽ, ഏറ്റവും ഉന്നതിയിൽ ഒരു വീടിന് ഞാൻ ജാമ്യം നിൽക്കാം. ലിമൻ ഹസുന ഖുലുഖുഹു, ആരാണോ അവന്റെ സ്വഭാവം നന്നാക്കിയത് അവൻക്കാണ് ആ വീടുള്ളത് എന്നാണ്. അപ്പൊ വെറുതെ അനാവശ്യമായിട്ട് തർക്കിച്ച് നമ്മള് സമയം കളയരുത്. ആരോഗ്യപരമായ ചർച്ചകൾ നടക്കണം, അതിന് സംശയമില്ല. എന്നാൽ ആവശ്യമില്ലാതെ അനാവശ്യമായ തർക്കങ്ങളുമായിട്ട് പോയിട്ട് നമ്മുടെ കർമ്മങ്ങളൊക്കെ പൊളിഞ്ഞു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ ഒരിക്കലും പോകരുത്. രാഷ്ട്രീയം പറഞ്ഞിട്ട് ബന്ധം മുറിച്ചു കളയാം. ജ്യേഷ്ഠനും അനിയനും മിണ്ടുന്നില്ല. എന്തേ? അത് ഓൻ പിടിക്കുന്ന പതാകന്റെ നിറം വേറെയാണ്. വാപ്പയും മകനും മിണ്ടുന്നില്ല. എന്തേ കാരണം? ഓന്റെ പാർട്ടി വേറെയാണ്. അങ്ങനത്തെ ഒരു രാഷ്ട്രീയം ഉണ്ടോ? അങ്ങനത്തെ ഒരു രാഷ്ട്രീയം ആരാ പഠിപ്പിച്ചത്? രാഷ്ട്രീയത്തിന്റെ നന്മകൾ നമ്മൾ കാണുക, അനാവശ്യമായിട്ട് അങ്ങാടിയിൽ ഒച്ചയും ബഹളവും ഉണ്ടാക്കിയത്. ഇപ്പൊ ഇതൊക്കെ കഴിഞ്ഞ് റിസൾട്ട് വരുമ്പോഴാണ് ബാക്കി വേഷം കെട്ടലുകൾ, എന്തൊക്കെ കോലം കെട്ടലുകളാണ് ഇനി കാണാൻ പോകുന്നത് അല്ലെ? പാട്ടും കൂത്തും ഡാൻസും, അങ്ങാടിക്ക് ഇറങ്ങിയിട്ട് മറ്റോനെ തെറി വിളിക്കലും ചീത്ത വിളിക്കലും കളിയാക്കലും, ഓന്റെ അഭിമാനത്തിനൊന്നും ഒരു വിലയില്ലാത്ത അവസ്ഥ. അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജത്തുൽ വിദായിൽ പ്രസംഗിക്കാൻ സഹാബിമാരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അയ്യു ഷഹ്രിൻ ഹാദാ, ഇത് ഏത് മാസാണ്? അപ്പൊ സഹാബിമാർക്ക് അറിയാം അത് ദുൽഹിജ്ജയാണെന്ന്. എന്നാൽ നബി ഇനി പുതിയതായിട്ട് എന്തെങ്കിലും പറഞ്ഞു തരുമോ എന്നുള്ള നിലക്ക് ഒരു പറഞ്ഞു, അല്ലാഹു വറസൂലുഹു അലം, അള്ളാഹുനും അള്ളാഹുന്റെ റസൂലിനുമാണ് അറിയാം. അപ്പൊ നബി ചോദിച്ചത് ദുൽഹിജ്ജയല്ലേ? അതെ, ദുൽഹിജ്ജ മാസാണ്. അയ്യു ബലദിൻ ഹാദാ, ഇത് ഏത് നാടാണ് സഹാബ? അവർക്കറിയാം അത് മക്കയാണ്. പക്ഷെ നബി ഇനി പുതിയതായിട്ട് എന്തെങ്കിലും പറയോ എന്നുള്ള നിലക്ക് ഒരു പറഞ്ഞു, അല്ലാഹു വറസൂലുഹു അലം, അള്ളാഹു പറഞ്ഞു ഇത് മക്കയല്ലേ. അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇത് നമ്മുടെ നാടല്ലേ, മക്കയല്ലേ? അതെ, മക്കയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അയ്യു യൗമിൻ ഹാദാ, ഇത് ഏത് ദിവസമാണ്? അപ്പൊ അത് യൗമുൻ നഹറാണ്, ബലിപെരുന്നാളിന്റെ ദിവസമാണെന്ന് അവർക്ക് അറിയാം. എന്നാലും ഒരു പറഞ്ഞു അല്ലാഹു വറസൂലുഹു അലം. അപ്പൊ നബി ചോദിച്ചു, ഇത് യൗമുൻ നഹർ അല്ലേ? അതെ. എന്നിട്ട് അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് പഠിപ്പിച്ചു കൊടുക്കാണ്, ഫഇന്ന ദിമാഅക്കും വഅംവാലക്കും വഅഅറാദക്കും അലൈക്കും ഹറാം, നിങ്ങളുടെ സമ്പത്ത്, നിങ്ങളുടെ അഭിമാനം, നിങ്ങളുടെ രക്തം അത് പവിത്രമാണ്. അത് വെറുതെ ചിന്തിക്കളയാൻ പാടില്ല. അത് വെറുതെ അന്യായമായിട്ട് നശിപ്പിച്ചു കളയാൻ പാടില്ല. മറ്റൊരാളുടെ അഭിമാനത്തെ പിച്ചു ചീന്താൻ പാടില്ല. കഹുറുമത്തി യൗമിക്കും ഹാദാ ഫീ ബലദിക്കും ഹാദാ ഫീ ശഹ്രിക്കും ഹാദാ, ഈ ദിവസം എത്ര പവിത്രമാണോ, ഈ നാട് എത്ര പവിത്രമാണോ, ഈ മാസം എത്ര പവിത്രമാണോ, അതുപോലെ നിങ്ങളുടെ സമ്പത്തും നിങ്ങളുടെ അഭിമാനവും നിങ്ങളുടെ രക്തവും പവിത്രമാണ് എന്ന് അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബിമാരെ പഠിപ്പിക്കാൻ. അപ്പൊ അവിടൊക്കെ നിലപാട് വിട്ടിട്ടുള്ള ഒരു കളി നമുക്ക് വേണ്ട. ഒന്നാമതായിട്ടും രണ്ടാമതായിട്ടും മൂന്നാമതായിട്ടും ഞാനൊരു മുസ്ലിമാണ് എന്ന കാര്യം നമ്മൾ ഒരിക്കലും മറക്കരുത്. അള്ളാഹു ദീന് മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കാൻ നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ. നമ്മുടെ വീഴ്ചകൾ അള്ളാഹു നമുക്ക് പുറത്തു തരട്ടെ.